പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുകയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ദിവസങ്ങളിൽ ഞാൻ അപേക്ഷിക്കുന്നത് എന്റെ ദൈവം എനിക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യബ്ബേസിന്റെ ദൈവം എന്റെ ദൈവമാണെങ്കിൽ, ആ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ലെങ്കിൽ, ഞാൻ അപേക്ഷിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കരയുന്നത് എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ എന്റെ കൂടാരത്തിനകത്ത് എത്തിക്കുമെന്ന് നമുക്കിന്ന് രാവിലെ വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏകദേശം 8 അധ്യായങ്ങൾ തലമുറകൾ വിവരിക്കുന്ന അധ്യായമാണ് ദിനവൃത്താന്ത പുസ്തകം. 8 അധ്യായങ്ങൾ, 1000-ലധികം തലമുറകൾ, 407 വാക്യങ്ങളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിശദീകരിക്കുമ്പോൾ, ആദാം മുതലുള്ള തലമുറകൾ വിശദീകരിച്ചു വരുമ്പോൾ, 4-ാം അധ്യായത്തിൽ യഹൂദയുടെ തലമുറകളാണ് വിശദീകരിക്കുന്നത്. എന്നാൽ 8 വാക്യങ്ങൾ കഴിഞ്ഞ് 9-10 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ തലമുറയുമായി ഒരു ബന്ധമില്ലാത്ത യബ്ബേസിനെ പരിശുദ്ധാത്മാവ് അവിടെ തിരികെ കയറ്റി. യബ്ബേസ് ഈ തലമുറയുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ്. യബ്ബേസിന്റെ അപ്പന്റെ പേര് അവിടെ ഇല്ല, യബ്ബേസിന്റെ മകന്റെ പേര് അവിടെ ഇല്ല. തലമുറകളൊക്കെ വിശദീകരിച്ച് വരുമ്പോൾ അപ്പന്റെ പേരെഴുതും, പിന്നെ മകന്റെ പേരെഴുതും. അങ്ങനെയാണ് തലമുറകൾ, വംശാവലി എഴുതി വരുന്നത്. എന്നാൽ നിങ്ങൾ വായിച്ചു നോക്കിയേ, 8 വാക്യങ്ങൾ കൃത്യമായി പരിശുദ്ധാത്മാവ് എഴുതിയിട്ട് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ തലമുറയുമായി ഒരു ബന്ധമില്ലാത്ത യബ്ബേസിനെ 2 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി ചേർത്തു. യബ്ബേസിന്റെ പേര് ആ വംശാവലിക്കകത്ത് വരാൻ ഒരു സാധ്യതയുമില്ല. അവന്റെ അപ്പന്റെ പേര് അവിടെ ഇല്ല, അവന്റെ മകന്റെ പേര് അവിടെ ഇല്ല. ഈ പട്ടികയിൽ അവന്റെ പേര് വരാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്, ഒരു സ്പേസും ഇല്ലാത്തിടത്ത് ഒരു സാധ്യത കണ്ടെത്തി, ഒരു സ്പേസ് കണ്ടെത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ അവിടെ തിരികെ കയറ്റിയത് ഒറ്റ കാരണമാണ്, അവന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് സാധ്യത ഇല്ലാത്തിടത്തും ഒരു സാധ്യത എന്റെ ദൈവം കൽപ്പിക്കും. ഒരു സാധ്യതയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സാധ്യത ദൈവം ഉണ്ടാക്കും. കാറ്റും മഴയും കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ കുഴികൾ വെട്ടുന്നവന് വേണ്ടി താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിന് ആ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും, നിന്റെ കുഞ്ഞിന് ആ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും, ആ വഴി തുറക്കാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും, ആ രോഗം സൗഖ്യമാകാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്നവന് സാധ്യത ഇല്ലാത്തിടത്ത് സാധ്യത കൽപ്പിക്കുന്ന ഒരു യബ്ബേസിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യബ്ബേസ് ആ വംശാവലിയുമായി ബന്ധപ്പെട്ടേ ആളല്ല. ആ വംശാവലിയുമായി ഒരു ബന്ധവും യബ്ബേസിനില്ല. അപ്പന്റെ പേരും മകന്റെ പേരുമില്ല. പക്ഷെ 2 വാക്യത്തിൽ യബ്ബേസിനെ അവിടെ തിരികെ കയറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ, നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ഈ രാവിലെ വിശ്വസിക്കുക, ഈ രാത്രി വിശ്വസിക്കുക, സാധ്യതയില്ലാത്തിടത്ത്, ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ഇന്ന് രാത്രി, 6ാമത്തെ രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ, സ്തോത്രം, കരയുന്ന നിന്റെ വിഷയത്തിൽ, അഹരോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളിർപ്പിച്ച് പുഷ്പിച്ച് ബദാമൃക്ഷം കായ്പിച്ചതുപോലെ ഒരു സാധ്യതയുമില്ലാത്തിടത്തും സാധ്യത ഉളവാക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. 30 ദിവസത്തേക്ക് പ്രാകാരത്തിൽ ചെല്ലാൻ പ്രമാണം അനുവദിക്കുന്നില്ലെങ്കിലും
ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ ചെല്ലുമ്പോൾ നിയമപ്രകാരമല്ലെങ്കിലും രാജാവ് പൊൻചെങ്കോൽ നീട്ടിയെങ്കിൽ, നിയമപ്രകാരമല്ലെങ്കിലും ഒരു സാധ്യതയില്ലെങ്കിലും ഉപവാസം കഴിഞ്ഞ് എസ്തേർ ചെല്ലുമ്പോൾ രാജാവ് പൊൻചെങ്കോൽ നീട്ടിയെങ്കിൽ, ഈ 6ാമത്തെ രാത്രി ആ രാജാതി രാജാവ് ഒരു സാധ്യതയുമില്ലാത്ത നിന്റെ വിഷയത്തിൽ ആ ചെങ്കോൽ നീട്ടുന്ന രാത്രിയാണെന്ന്. ഒരു സാധ്യതയും ഇല്ലാത്ത നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ആ രാജാതി രാജാവ് ഇന്ന് രാത്രി യോഗത്തിന് ആശ്രവാദം പറയുന്നതിന് മുമ്പ് ഉയരത്തിലെ പൊൻചെങ്കോൽ നിനക്ക് വേണ്ടി നീട്ടി നിയമപ്രകാരം അല്ലെങ്കിൽ പോലും നിന്റെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അഴിക്കാൻ കഴിയാത്ത ഏത് ചെങ്ങലകളാ ഉള്ളത്? അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഏത് രോഗമാ ഉള്ളത്? അവന് തുറക്കാൻ കഴിയാത്ത ഏത് വാതിലുകളാ ഉള്ളത്? അവന് ക്ഷമിക്കാൻ കഴിയാത്ത ഏത് പാപമാണുള്ളത്? ഇന്ന് രാത്രി ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ, ശമന പ്രൗഢമാന വലവ ബേസിന്റെ പേര് സാധ്യതയില്ലാത്തടത്ത് ദൈവം തിരികെ കയറ്റുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എന്റെ കുഞ്ഞിന് ആ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും, ആ വിവാഹം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിലും, ആ ജോലി ലഭിക്കാൻ ഒരു സാധ്യത ഇല്ലെങ്കിലും, സ്പേസ് ഇല്ലാത്തടത്ത്, സാധ്യതയില്ലാത്തടത്ത് പ്രാർത്ഥിക്കുന്നവന് ഒരു സാധ്യത ഉണ്ടാക്കി തിരികെ കയറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ് യബ്ബേസിന്റെ ദൈവമെന്ന് ഈ രാത്രി നമ്മൾ മറക്കരുത്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ആരാ? ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ശൗല, കീശന്റെ മകൻ ശൗല്. പക്ഷെ കീശന്റെ മകൻ ശൗല് രാജാവാകാൻ ഒരു സാധ്യതയുമില്ല. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അവൻ യഹൂദ ഗോത്രക്കാരനല്ലല്ലോ. രാജാക്കന്മാർ വരേണ്ട ഗോത്രം യഹൂദ ഗോത്രമല്ലേ? പക്ഷെ ഈ കീശന്റെ മകൻ ശൗൽ ബെന്യാമിൻ ഗോത്രക്കാരനല്ലേ? പിന്നെ എങ്ങനെ ഈ ബെന്യാമിൻ ഗോത്രക്കാരൻ ഒന്നാമത്തെ രാജാവായി? അതാ ഞാൻ പറയുന്ന സാധ്യതയില്ലാത്തടത്ത് പ്രാർത്ഥിച്ചാൽ ഒരു സാധ്യത ഉണ്ടാകും. അപ്പൻ 12 മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ആരാ ചെങ്കോല് പിടിക്കേണ്ടത്? ആരാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്? അവകാശി ആരാണ്? രാജകീയ ഗോത്രം ആരാണെന്ന് യാക്കോബ് വളരെ വ്യക്തമായി പ്രവചിക്കുന്നുണ്ട്. യഹൂദയ്ക്കാണ് രാജവംശം, യഹൂദയാണ് ചെങ്കോല് ഭരിക്കേണ്ടത്. രാജാക്കന്മാർ വരേണ്ട ഗോത്രം യഹൂദ ഗോത്രമാണ്. പക്ഷെ ഒന്നാമത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഒരു സാധ്യതയും ഇല്ലാത്ത ഗോത്രം, ചെറിയവനായ ഗോത്രം, ചെറിയവനായ ബെന്യാമീൻ, ഒരു സാധ്യതയും ഇല്ലാത്ത ആ ഗോത്രത്തിൽ നിന്നാണ് ഒന്നാമത്തെ രാജാവ് വന്നത്. അന്ത്യോക്യയിലെ പള്ളിയിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ, പൗലോസ് പ്രസംഗിക്കുമ്പോൾ വളരെ മനോഹരമായി ആ ഭാഗം പൗലോസ് പ്രസംഗിക്കുമ്പോൾ ഒരു വാക്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. 40 ആണ്ടേക്ക് കൊടുത്തു എന്നാ വായിക്കുന്നത്. അടുത്ത വാക്യം നിങ്ങൾ കണ്ടോ? 40 ആണ്ട് കഴിഞ്ഞിട്ട് അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ദാവീദിനെ കൊടുത്തുവെന്നല്ല, ദാവീദിനെ വാഴിച്ചു. പക്ഷെ ശൗലിനെ വാഴിച്ചു എന്നല്ല, ശൗലിനെ കൊടുത്തു. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒരു 40 വർഷം സ്പേസ് ഇല്ലാത്തടത്ത് ഒരു സ്പേസ് ഉണ്ടാക്കി ഒരു സാധ്യതയുമില്ലാത്ത ആ ബെന്യാമിൻ ഗോത്രത്തിലെ ശൗലിനെ ദൈവം തിരികെ കയറ്റുകയായിരുന്നു, ദൈവം കൊടുക്കുകയായിരുന്നു. എന്താ അതിന്റെ കാരണം? എന്താ? എന്തിനാ ഈ ബെന്യാമിൻ ഗോത്രക്കാരൻ ഈ കീശന്റെ മകൻ ശൗലിനെ 40 വർഷത്തേക്ക് ഈ സ്പേസ് ഇല്ലാത്തടത്ത് സ്പേസ് ഉണ്ടാക്കി ദൈവം കൊടുത്തത്? അതിനൊരു കാരണമുണ്ട്, അതിനൊരു ചരിത്ര വശമുണ്ട്. അതൊരു പ്രാർത്ഥന മറുപടിയാ, അതൊരു പ്രാർത്ഥന മറുപടിയാ. ആ പ്രാർത്ഥന കിടക്കുന്ന ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാ. അതാ ഞാൻ പറയുന്നത്, പ്രാർത്ഥിച്ചാൽ സാധ്യത ഇല്ലാത്തടത്ത് ഒരു സാധ്യത ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കും. സ്തോത്രം. എന്താ ആ പ്രാർത്ഥന? ആ പ്രാർത്ഥന ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവർ ഇല്ലാകിയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകും.
റാഹേൽ മക്കളെ ചൊല്ലി കരയുക. ഇതിനൊരു പ്രവചന വശമുണ്ട്, ഇതിനൊരു ചരിത്ര വശമുണ്ട്, ഇതിനൊരു ആത്മീക വശമുണ്ട്. ഇത് ദീർഘകാല ഭാവിയിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് സംഭവിക്കേണ്ട ഒരു പ്രവചനമാണ്. അത് നിവൃത്തിയായി. അത് റാഹേൽ കരയുമ്പോൾ ആസന്ന ഭാവിയിൽ പെട്ടെന്ന് തന്നെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാര് കരയുമ്പോൾ ദൈവം കൊടുത്ത ഒരു മറുപടിയോടെയാണ്. അപ്പോൾ തന്നെ ഇതൊരു ചരിത്ര സംഭവമാണ്. ബേത്ലഹേം എഫ്രാത്തയുടെ വഴിത്താരയിൽ 35 റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. റാഹേലിന് 2 മക്കളാണുള്ളത്, ഒന്ന് യോസേഫ്, മറ്റൊന്ന് ബെന്യാമീനും. ലേറ്റ് ആയിട്ടാണ് റാഹേലിന് മക്കളെ കിട്ടിയത്. ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോസ്റ്റ്: 1 ജ്യേഷ്ഠാവകാശം, 2 പ്രഭുസ്ഥാനം, 3 പൗരോഹിത്യം, 4 രാജവംശം. ഇത് 4ഉം കിട്ടുന്ന ലേയയുടെ മക്കൾക്കാണ്. ജ്യേഷ്ഠൻ രൂബേനാണ്, അത് ലേയയുടെ മകനാണ്. പൗരോഹിത്യം ലേവിക്കാണ്, അത് ലേയയുടെ മകനാണ്. യഹൂദയ്ക്കാണ് രാജവംശം, അതും ലേയയുടെ മകനാണ്. പ്രഭുസ്ഥാനം അത് ശിമയോനാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 പോസ്റ്റ്, അത് 4ഉം കിട്ടുന്ന ലേയയുടെ മക്കൾക്കാണ്. ലേറ്റായി റാഹേലിന് മക്കൾ ജനിച്ചത് കൊണ്ട് ഒരു പോസ്റ്റും റാഹേലിന് മക്കൾക്കും ഇല്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, സാധ്യതയില്ലാത്തടത്ത് ദൈവം നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് ഒരു സാധ്യത ഉണ്ടാക്കും. കർത്താവേ, എന്റെ മക്കൾക്ക് ഒന്നുമില്ലേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആ റാഹേൽ കരയുകയാ. റാഹേലിന് 2 മക്കളാണ്, ഒന്ന് യോസേഫ്, മറ്റൊന്ന് ബെന്യാമീൻ. യോസേഫിന് വലിയ പ്രായമില്ല, ബെന്യാമീൻ ജനിച്ചതേ ഉള്ളൂ. ബെന്യാമീൻ ജനിച്ചിട്ട് ചില സെക്കൻഡ് മാത്രമാണ് റാഹേൽ ജീവിച്ചത്. ബെന്യാമീൻ ജനിച്ച് അപ്പോൾ തന്നെ റാഹേൽ മരിക്കുകയാ. ആ സെക്കൻഡുകൾക്കുള്ളിൽ തലമുറയ്ക്ക് വേണ്ടി റാഹേൽ കരയുമ്പോൾ ദൈവത്തിന്റെ ദൂത് റാഹേലെ കരയാതെ നിന്റെ ശബ്ദം നീ അടക്കുക, കണ്ണുനീർ വാർക്കാതെ നിന്റെ കൺപോള നീ അടയ്ക്കുക, നിന്റെ കണ്ണുനീരിന് പ്രതിഫലം ഉണ്ടാകും. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി കരയുന്ന, തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്ന ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവം ആ കണ്ണുനീര് തുരുത്തിക്കകത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ മറുപടി വെളിപ്പെടുത്താൻ, ഗിദെയോൻ വിരിച്ച തോലിന്റെ മേൽ ദൈവത്തിന്റെ മഞ്ഞിറങ്ങിയതുപോലെ ഈ 6ാമത്തെ രാത്രി നീ പ്രാർത്ഥനാ കളത്തിൽ വിരിച്ചിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ ഉയരത്തിലെ ഒരു മറുപടിയുടെ മഞ്ഞിറങ്ങി പകച്ചവരുടെ നടുവിൽ അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എന്റെ വിഷയത്തിനകത്ത് എന്റെ ദൈവം ചെയ്യുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. റാഹേലേ, കരയാതെ നിന്റെ കണ്ണുനീർ വാർക്കാതെ നിന്റെ കൺപോളയും നീ അടയ്ക്ക്, നിന്റെ കണ്ണുനീരിന് പ്രതിഫലം ഉണ്ടാകും. റാഹേലിന് 2 മക്കളാണ് ഞാൻ പറഞ്ഞല്ലോ. 1ാമത്തവൻ യോസേഫ്, 2ാമത്തവൻ ബെന്യാമീൻ. ഈ 2 മക്കളെ ചൊല്ലി റാഹേൽ കരയുക. ദൈവം 2 മക്കളെയും മാനിച്ചോ? ദൈവം 2 മക്കളെയും മാനിച്ചോ? നിന്റെ കണ്ണുനീരിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് ദൈവം പറയുമ്പോൾ ദൈവം എങ്ങനെയാ മാനിക്കുന്നത്? എങ്ങനെ ദൈവം യോസേഫിന് മാനിച്ചു? മിസ്രൈമിൽ ഒരു പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് കൊടുത്ത്, മിസ്രൈമിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ പോസ്റ്റ് കൊടുത്താണ് റാഹേലിന്റെ തലമുറയായ യോസേഫിനെ കർത്താവ് മാനിക്കുന്നത്. ദൈവമക്കളെ, ഒരു സാധ്യതയുമില്ല യോസേഫ് പ്രൈം മിനിസ്റ്റർ ആകാൻ, ഒരു സാധ്യതയുമില്ല മിസ്രൈമിൽ യോസേഫ് മന്ത്രിയാകാൻ. പക്ഷെ പ്രാർത്ഥിച്ചാൽ ഒരു സാധ്യതയില്ലാത്തിടത്തും ദൈവം നിന്റെ തലമുറകളെ തിരികെ കയറ്റാൻ കഴിവുള്ള ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു വേക്കൻസി, പ്രൈം മിനിസ്റ്ററുടെ വേക്കൻസി ഇസ്രയേലിൽ വന്നപ്പോൾ ദൈവം ആ പോസ്റ്റിനകത്ത് കൊണ്ടുവന്ന് വഴി കിടന്ന് പ്രാർത്ഥിച്ച റാഹേലിന്റെ കുഞ്ഞിനെയാ, യോസേഫിനെയാ. 1000 മക്കൾ ഒരു പോസ്റ്റിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്ത് ക്യൂ നിന്നാലും ഒരൊറ്റ വേക്കൻസി ഉള്ളുവെങ്കിലും പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് ആ വേക്കൻസി മാറ്റിയിടാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക. ആ പോസ്റ്റിലേക്ക് യോസേഫിനെ ഇരുത്താൻ ദൈവം കൊണ്ടുപോയ വഴികൾ എത്ര ശക്തമായിരുന്നു. 17 വയസ്സുള്ള യോസേഫിനെ അപ്പൻ പറഞ്ഞു വിടുക ക്ഷേമം അന്വേഷിക്കാൻ. ശേഖേമിൽ ഉണ്ടെന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ ശേഖേമിൽ ഉണ്ടെന്ന് പറഞ്ഞു വിട്ടെങ്കിലും യോസേഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടന്മാരെ ദൈവം ശേഖേമിൽ നിന്ന് ദോതാനിലേക്ക് മാറ്റി.
അപ്പം പറഞ്ഞു വിട്ടത് ചേട്ടന്മാര് ശേഖേമിലുണ്ടെന്നാ. പക്ഷേ യോസേപ്പ് ഈ ആഹാര പൊതിയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ദൈവം യോസേപ്പിനെ ശേഖേമിൽ നിന്ന് ദോതാനിലേക്ക് ചേട്ടന്മാരെ മാറ്റി. കാരണം മിദ്യാനെ കച്ചവടക്കാര് വരുന്നത് ശേഖേം വഴിയല്ല, അത് ദോതാൻ വഴിയായിരുന്നു. യോസേപ്പ് മിസ്രൈമിൽ എത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പക്ഷെ ശേഖേമിൽ യോസേപ്പ് എത്തുമ്പോൾ കൃത്യമായി വഴി തെറ്റാതെ വഴി പറഞ്ഞു കൊടുക്കാൻ, അവൻ അവിടെ അലഞ്ഞു തിരിയാൻ ദൈവം സമ്മതിക്കാതെ വഴി പറഞ്ഞു കൊടുക്കാൻ യോസേപ്പ് ഇന്ന് വരെ കാണാത്ത ഒരു മനുഷ്യനെ ദൈവം അവിടെ നിർത്തി. ഹല്ലേലൂയ. പിന്നീട് ആ മനുഷ്യനെ യോസേപ്പ് കണ്ടിട്ടില്ലല്ലോ. ഈ സഹട്ടന്മാര് പറയുന്നത് ഈ മനുഷ്യന് കൃത്യമായി കേട്ടു. ഇവരുടെ സംഭാഷണം ഈ മനുഷ്യൻ കേട്ടു. നമുക്ക് ദോതാനിലേക്ക് പോകാമെന്ന് പറയുന്ന ഈ മനുഷ്യൻ കേട്ടു. ഒരുത്തൻ കണ്ടു യോസേപ്പിനെ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ഉടർച്ചകളെ ഒരുത്തൻ കാണുന്നുണ്ടെന്ന്, ഞാൻ പോകുന്ന വഴി ഒരുത്തൻ കാണുന്നുണ്ടെന്ന്, എന്റെ വേദന ഒരുത്തൻ കാണുന്നുണ്ടെന്ന്. യോസേപ്പ് പോലും അറിയാത്ത ഒരുത്തനെ കൃത്യമായി അവിടെ നിർത്തി. ആരാണത്? അതാരാത്? ഒരുത്തനെ കൃത്യമായി നിർത്തി ദോതാനിലേക്ക് യോസേപ്പിനെ ഡയറക്റ്റ് ചെയ്യാൻ. രാത്രി നിന്റെ തലമുറ ഏത് രാജ്യത്ത് പോയാലും വിശ്വസിക്കണം, ആരും അറിയാത്ത ഒരു വ്യക്തിയെ കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കാൻ ദൈവം എന്റെ മക്കൾക്ക് വേണ്ടി ഒരാളെ ഒരുക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് ദോതാനിൽ എത്തുമ്പോൾ 10 പേരും കൂടെ പറഞ്ഞു, നീ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവനെ പൊട്ടക്കുഴിയിലേക്ക് ഇടാം. പക്ഷേ പൊട്ടക്കുഴിയിലേക്ക് ഇടാമെന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം ആദ്യം കൊല്ലാമെന്നാ പറഞ്ഞേ. കൊല്ലാമെന്ന് പറയുമ്പോൾ അവനെ കൊന്നു കളയണ്ട എന്ന് പറയാൻ ഒരു രൂപേണ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഓർക്കണം, ദൈവത്തിന്റെ ആ കരുനീക്കങ്ങൾ നോക്കണം. കൊന്നു കളയാമെന്ന് പറയുമ്പോൾ കൊല്ലണ്ടെന്ന് പറയാൻ ഒരു രൂപേനെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴും രൂപന്റെ ആഗ്രഹം എന്താ? ഈ 9 പേരെ മാറ്റിയിട്ട് ഇവനെ അപ്പന്റെ മുമ്പിൽ കൊണ്ടുപോകണം എന്നുള്ളതാ രൂപന്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഈ 9 പേരെ മാറ്റാൻ രൂപാൻ തല പുകഞ്ഞ് ആലോചിക്കുമ്പോൾ മിദ്യാനെ കച്ചവടക്കാർ വരുമ്പോൾ ദൈവം രൂപേനെ മാറ്റി. രൂപേൻ ആ സമയത്ത് അവിടെ ഇല്ല. രൂപേൻ ഉണ്ടെങ്കിൽ ആ വിൽപ്പന നടക്കത്തില്ല. രൂപേൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കച്ചവടം നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം സമയമായപ്പോൾ രൂപേനെ മാറ്റി. രൂപേനെ മാറ്റിയിട്ട് അതിന്റെ നടുവിൽ നിന്ന് ഒരു യഹൂദയെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് യഹൂദ പറയുകയാണ്, നമുക്ക് അവനെ വിറ്റ് കളയാം. അങ്ങനെയാണ് മിദ്യാനെ കച്ചവടക്കാർക്ക് യോസേപ്പിനെ വിറ്റത്. അവിടുന്ന് പൊത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ ചെയ്യാത്ത തെറ്റിന് യോസേപ്പ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, രാജാവിന്റെ അകമ്പടി നായകന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ യോസേപ്പിനെ ഇട്ടു. യോസേപ്പ് ആ കാരാഗ്രഹത്തിനകത്ത് വരാൻ ഒരു സാധ്യതയുമില്ല. അവൻ രാജാവിനോടല്ല തെറ്റ് ചെയ്ത്, രാജാവിനോട് തെറ്റ് ചെയ്യുന്ന ആളുകൾ കിടക്കുന്ന കാരാഗ്രഹമാണ് രാജാവിന്റെ അകമ്പടി നായകന്മാർ കിടക്കുന്ന കാരാഗ്രഹം. യോസേപ്പ് ഒരു അടിമയാ, പക്ഷെ യോസേപ്പിന് ദൈവം ഇട്ടത് രാജാവിന്റെ അകമ്പടി നായകന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തില. അതിന്റെ കാരണം അവിടെയാണ് പാനപാത്രവാഹകനൊക്കെ കിടക്കുന്നത്. ആ പാനപാത്രവാഹകൻ കണ്ട സ്വപ്നം യോസേപ്പാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് സമയം വേണം. ഇന്ന് രാത്രി ദൈവം തന്റെ കുഞ്ഞിന്റെ കാര്യം ഏറ്റെടുത്താൽ എത്ര ശ്രേഷ്ഠമായിട്ടാണ്, എത്ര അത്ഭുതകരമായിട്ട് ദൈവം അതിനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ദൈവം തെളിയിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന വേദനകൾ, നിന്റെ തലമുറകൾ കടന്നു പോകുന്ന വേദനകൾ വേദനയായി നിനക്ക് തോന്നിയാലും അത് നിന്റെ ദർശനത്തിലേക്ക്, നിന്റെ പ്രാർത്ഥന മറുപടിയിലേക്ക്, നിന്റെ കണ്ണുനീരിനെ മാനിക്കാൻ ദൈവം കൊണ്ടുപോകുന്ന ചവിട്ടു പടികളാണെന്ന് ഈ രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സംഭവിക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. തലയിലെ മുടി പോലും കൊഴിയുന്ന കർത്താവ് അറിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറകളെ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ഒടുവിൽ യോസേഫിനെ കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. പാനപാത്രവാഹകനൊക്കെ മറന്നുപോയി, പക്ഷെ സമയമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി ആരെല്ലാം മറന്നാലും ഓർക്കേണ്ടവൻ ഓർക്കേണ്ട സമയത്ത് നിന്നെ ഓർക്കും. സ്തോത്രം. മനുഷ്യൻ പറഞ്ഞ് ഓർക്കുന്നതിനേക്കാൾ ദൈവം ഓർക്കുന്നതല്ലേ ഏറ്റവും ശ്രേഷ്ഠം.
ഓർക്കാതെ പാനപാത്രവാഹൻ മറന്നുപോയി. പക്ഷെ ഓർക്കേണ്ട സമയത്ത് ദൈവം ഓർത്ത് യോസേഫിനെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഹൃദയത്തിന്, എന്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലാധികാരി ആക്കിയിരിക്കുന്നെന്ന് പറഞ്ഞ് യോസേഫിനോട് പറയുക. ദൈവാത്മാവുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ, ജ്ഞാനമുള്ള മനുഷ്യൻ, മേലാധികാരി, സകലരും അവന്റെ വാക്കനുസരിക്കണം. അങ്ങനെ പറഞ്ഞ് മുദ്രാമോതിരം ഊരിക്കൊടുത്ത് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് 2-ാം രഥത്തിൽ കയറ്റി സ്വർണ്ണ സരപ്പിളി യോസേഫിന്റെ കഴുത്തിലിട്ട് സകല ആളുകളും അവന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറയുക. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞിനെ നോക്കിയല്ലേ റാഹേൽ കരഞ്ഞത്? ഈ കുഞ്ഞ് എന്തായി തീരുമെന്ന് ഓർത്തല്ലേ റാഹേൽ കരഞ്ഞത്? ആ ബേത്ലഹേം എഫ്രാത്തയിൽ റാമയിൽ റാഹേൽ കരയുമ്പോൾ ഈ യോസേഫ്, എന്റെ മൂത്ത കുഞ്ഞ് എന്തായി തീരുമെന്ന് ഓർത്തല്ലേ ഈ റാഹേൽ കരയുന്നത്? പക്ഷേ റാഹേലിന് കരച്ചിലിന് മറുപടിയായി, നിന്റെ കണ്ണ് നീ അടക്കിക്കോ, നിന്റെ കണ്ണുനീരിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നിലയിലല്ലേ ഈ കുഞ്ഞിനെ കർത്താവ് മാനിച്ചത്. ഒരു പ്രൈം മിനിസ്റ്ററുടെ വേക്കൻസി വന്നപ്പോൾ സാധ്യതയില്ലാത്തടത്ത് പ്രാർത്ഥിച്ചവരുടെ തലമുറയെ കർത്താവ് കയറ്റി ഇരുത്തിയില്ലേ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ, പ്രാർത്ഥിക്കുന്ന നിന്റെ കൊച്ചുമക്കളെ സാധ്യത ഇല്ലാത്തിടത്ത്, ഒരു സാധ്യത ഇല്ലാത്തിടത്ത് ഒരു വേക്കൻസി തന്ന് ഒരു സ്പേസ് ഉണ്ടാക്കി കയറ്റി ഇരുത്താൻ, മാനിപ്പാൻ, ഉയർത്താൻ, ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കാൻ, അടയാളം ചെയ്യാൻ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ശക്തനാണെന്ന് ഈ രാത്രി തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് നമുക്ക് രാത്രി ഒന്ന് മഹത്വം കൊടുക്കും. ഇതിൽ ചേട്ടന്മാരെല്ലാം കൂടെ യോസേഫിന്റെ മുമ്പിൽ വന്ന് ആ ദർശനത്തിന് നിവൃത്തി എന്നോണം അവർ അവനെ നമസ്കരിക്കുമ്പോൾ യോസേഫ് പറയുന്നു, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ നന്മയ്ക്കാക്കി മാറ്റി. യോസേഫിന് ഇങ്ങോട്ട് അവരെ നടത്തിയാ വിട്ടത്. കയ്യും കാലും ചെങ്ങലയ്ക്കാക്കി ഒരടിമയെ പോലെ 20 വെള്ളിക്കാശ് വില പറഞ്ഞ് മണലിലൂടെ നടത്തിയാ വിട്ടത്. പക്ഷേ ഈ ചേട്ടന്മാര് യോസേഫ് അങ്ങോട്ട് പോകുമ്പോൾ രഥം കൊടുത്തയക്കുന്നേ. ഇങ്ങോട്ട് യോസേഫിനെ നടത്തി വിട്ടെങ്കിൽ അങ്ങോട്ട് ചേട്ടന്മാർക്ക് യോസേഫ് രഥം കൊടുത്തയക്കുകയാണ്. ഇങ്ങോട്ട് ഭക്ഷണപ്പൊതി തട്ടിയെടുത്തിട്ടാ വിട്ടതെങ്കിൽ അങ്ങോട്ട് ചാക്ക് നിറച്ച് ആഹാരം കൊടുത്താ വിടുന്നത്. ഇങ്ങോട്ട് അവർ വിട്ടത് ഒന്നുമില്ലാതെയാണെങ്കിൽ, 20 വെള്ളിക്കാശ് വില പറഞ്ഞാണെങ്കിൽ അങ്ങോട്ട് ആവശ്യമുള്ള വെള്ളിക്കാശ് കൊടുത്താ വിടുന്നത്. ഇങ്ങോട്ട് അവന്റെ ഉടുപ്പ് ഊരിയിട്ടാ വിട്ടതെങ്കിൽ അങ്ങോട്ട് അവർക്കുള്ള വസ്ത്രം കൊടുത്താ വിടുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറകളെ ദൈവം എവിടെ എത്തിക്കുമെന്ന് ഇനിയും ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അങ്ങനെ തന്നെ പറയുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറകളെ, കരയുന്നവരുടെ തലമുറകളെ ദൈവം എവിടെ കൊണ്ട് എത്തിക്കുമെന്ന്, ദൈവം എങ്ങനെ മാനിക്കുമെന്ന് ഇനിയും ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒരു പ്രൈം മിനിസ്റ്ററുടെ വേക്കൻസി വന്നപ്പോൾ ദൈവം റാഹേലിന്റെ മകനെ അവിടെ കയറ്റിയിരുത്തിയത്. 2-ാമത്തെ മകനല്ലേ ബെന്യാമീൻ? ഞാൻ പറഞ്ഞല്ലോ, 2-ാമത്തെ മകൻ ബെന്യാമീനാ. 1-ാമത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനോ. രാജാവിന് ആവശ്യമായി വന്നു. കഴുതകളെ തേടി ശൗല് പോകുക. ഈ കഴുതകളെ തേടി ശൗല് പോകുമ്പോൾ തന്റെ പൊക്കം കൊണ്ട് കഴുതകളെ കണ്ടുപിടിക്കാമെന്ന ശൗല് ചിന്തിച്ചത്. പക്ഷെ 3 ദിവസമായിട്ടും കാണാൻ പറ്റിയില്ല. കഴുത നമുക്കറിയാം, സ്വയമായി ഒളിക്കാനുള്ള കഴിവൊന്നും കഴുതയ്ക്കില്ല. പക്ഷെ ദൈവം മറച്ചതാ. കാരണം എത്തേണ്ട സ്ഥലത്ത് ശൗല് എത്തണമായിരുന്നു. 1-ാം ദിവസം കഴുതയെ ഈ ശൗല് കണ്ടെത്തിയെങ്കിൽ ശൗല് നേരെ വീട്ടിൽ പോയേനെ. സൂഫ് ദേശവും ശാലീൻ ദേശവും ശാലിഷ് ദേശവും എല്ലാം കടങ്ങി നിൽക്കുമ്പോൾ 3-ാം ദിവസം തിരിച്ചു പോകാമെന്നവർ ചിന്തിക്കുമ്പോഴാണ് ഒരു പ്രവാചകനുണ്ട്, നമുക്കൊരു അരുളപ്പാട് ചോദിക്കാമെന്ന് ഭൃത്യൻ പറയുന്നത്. അപ്പോൾ തന്നെ തലേ രാത്രി ശമൂവേലിനോട് ദൈവം അരുളപ്പാട് കൊടുത്തു, ഒരുവൻ വരുന്നുണ്ട്, അവനെ നീ രാജാവാക്കണം.
അങ്ങനെയാണ് കീശന്റെ മകൻ ശൗല് എത്തിയത് ശമൂവേലിന്റെ മുമ്പിൽ. ശമൂവേലിന്റെ മുമ്പിൽ ഈ ശൗൽ എത്തുമ്പോൾ ശമൂവേൽ പറയുന്നു, കഴുതകളെ തേടിയുള്ള ആശങ്ക നീ വിട്, നിന്റെ കഴുത വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തേണ്ട സ്ഥലത്ത് ശൗൽ എത്തിയപ്പോൾ കഴുത വീട്ടിലെത്തി. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നീ എത്തുമ്പോൾ നിന്റെ നഷ്ടങ്ങൾ വീട്ടിൽ മടങ്ങി വരും. സ്തോത്രം. നഷ്ടപ്പെട്ട കഴുത വീട്ടിൽ മടങ്ങി വന്നു എത്തേണ്ട സ്ഥലത്ത് ശൗൽ എത്തിയപ്പോൾ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നീ എത്തുമ്പോൾ, എത്തേണ്ട സ്ഥലത്ത് നീ എത്തുമ്പോൾ നിന്റെ നഷ്ടങ്ങൾ നിന്റെ വീട്ടിൽ മടങ്ങി വരും. അത് കർത്താവിന്റെ വിശ്വസ്തതയാണ്. അങ്ങനെ ശൗൽ എത്തിയപ്പോൾ തൈലക്കൊമ്പിൽ അല്ല, തൈലപാത്രത്തിലാണ് ഈ ശൗലിനെ അഭിഷേകം ചെയ്യുന്നത്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് കൊമ്പില, തൈലക്കൊമ്പിൽ അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ ഈ ശൗലിനെ അഭിഷേകം ചെയ്യുന്ന കൊമ്പിനകത്തല്ല, പാത്രത്തില. കാരണം ഒരു 40 വർഷത്തേക്ക് ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ഒരു സ്പേസ് ഉണ്ടാക്കി ദൈവം കൊടുത്തതാ. ബെന്യാമീൻ ഗോത്രക്കാരനെ കൊടുത്തതാ. അതിനുശേഷം വന്ന രാജാക്കന്മാരെല്ലാം യഹൂദ ഗോത്രക്കാരനാ. എന്തുകൊണ്ടാ ഒന്നാമത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനായത്? അതിലൊരു ദൈവശാസ്ത്ര വശമുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോ പോകുന്നില്ല. അതിന്റെ ആത്മീക വശം, പ്രാർത്ഥിച്ചവന്റെ തലമുറയെ അവിടെ ഇരുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയായിരുന്നു. ഈ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞത്, എന്റെ കുഞ്ഞിനെ ആരു വളർത്തും, എന്റെ കുഞ്ഞ് എങ്ങനെ ഉയർത്തപ്പെടും? പക്ഷേ ഒന്നാമത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകന് ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തിട്ട് അവർ വന്ന വഴി ശാലീൻ ദേശമാണെങ്കിലും ശാലിഷ ദേശമാണെങ്കിലും സൂപ് ദേശമാണെങ്കിലും തിരിച്ച് ആ വഴിയെ ദൈവം വിട്ടില്ല. ശൗലിനെ തൈലപാത്രത്തിൽ അഭിഷേകം ചെയ്തിട്ട് പോകുമ്പോൾ ദൈവം പറയുകയാണ്, ആ വഴിയല്ല നീ പോകേണ്ടത്, നീ മറ്റൊരു വഴി പോകണം. അങ്ങനെ പോകുമ്പോൾ നീ കാണുന്ന ഒരു സ്ഥലമാണ് റാഹേലിന്റെ കല്ലറ. അഭിഷേകം ചെയ്ത് ഈ ശൗലിനെ ആദ്യം നിർത്തിയത് റാഹേലിന്റെ കല്ലറയില്ല. അത് നാം 1 ശമൂവേൽ 10:1 വായിക്കുന്നുണ്ട്. അഭിഷേകം ചെയ്ത ശൗലിനെ വന്ന വഴി വിടാതെ റാഹേലിന്റെ കല്ലറയുടെ മുമ്പിലൂടെ ദൈവം കടത്തിവിടുകയാണ്. റാഹേല് ഈ കല്ലറയിൽ മുമ്പിൽ ശൗലിനെ ദൈവം നിർത്തുമ്പോൾ, ശൗലെ, ഈ കല്ലറ കണ്ടിട്ടേ നീ മുമ്പോട്ട് പോകാവൂ. ഈ കല്ലറ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ചെങ്കോല് പിടിക്കാൻ, ഈ രാജകീയ വസ്ത്രം ധരിക്കാൻ, ഈ സിംഹാസനത്തിനകത്തിരിക്കാൻ, ഈ കിരീടം തലയിൽ വരാൻ ബെന്യാമീൻ ഗോത്രക്കാരനെ നിനക്ക് ഒരു യോഗ്യതയുമില്ല. പക്ഷേ നിന്റെ വല്യമ്മച്ചിയുടെ കണ്ണുനീരാ, റാഹേലിന്റെ കണ്ണുനീരാണ് ഈ പോസ്റ്റിനകത്ത് നിന്നെ ഇരുത്തിയതെന്ന് ദൈവം ആ കല്ലറ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം ശൗലിനെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നീ മരിച്ചാലും നിന്റെ പ്രാർത്ഥന മരിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ മരിച്ചാലും, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, പ്രാർത്ഥിക്കുന്ന നീ മരിച്ചാലും നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലുണ്ട്. തലമുറകൾക്ക് ആ പ്രാർത്ഥന നീതിക്കായി വെളിപ്പെട്ടു വരും. ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. 11 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പോസ്റ്റിൽ ബെന്യാമീൻ ഗോത്രത്തില് പ്രാർത്ഥിച്ച റാഹേലിന്റെ കൊച്ചുമകന് കർത്താവ് ഇരുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, തലമുറ പറഞ്ഞു വരുമ്പോൾ എബേസിന്റെ അപ്പന്റെ പേരില്ല, മകന്റെ പേരില്ല, ആ തലമുറയുമായി ഒരു ബന്ധമില്ലാത്ത എബേസിന്റെ പേര് സ്പേസ് ഇല്ലാത്തടത്ത് തിരികെ കയറ്റാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, സ്തോത്രം, പ്രൈം മിനിസ്റ്ററുടെ വേക്കൻസി വന്നപ്പോൾ ഒരൊറ്റ വേക്കൻസിക്കകത്ത് പ്രാർത്ഥിച്ചവന്റെ തലമുറയെ കയറ്റിയിരുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഒറ്റ വേക്കൻസി 1000 പേര്, ഒരൊറ്റ അഡ്മിഷൻ 1000 പേര്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ സ്പേസ് ഇല്ലാത്തടത്ത് സ്പേസ് ഉണ്ടാക്കി തിരികെ കയറ്റി അത്ഭുതമാക്കി മാറ്റാൻ കഴിവുള്ള, അടയാളമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. രാത്രി കർത്താവിനും സ്തോത്രം ചെയ്യാമോ? വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും. 2024 ഒരു മെയ് മാസം, 2024 ഒരു മെയ് മാസം ഞാന് തൊടുപുഴയിലെ ഒരു മീറ്റിംഗിൽ പോകുമ്പോൾ, അന്ന് ഷാജു മോൻ പാസ്റ്ററാണ് അവിടെ വചനം പ്രസംഗിക്കുന്നത്. എനിക്ക് ആ പാസ്റ്ററെ അറിയത്തില്ല, പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, ഞാനൊരു പാസ്റ്ററാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അവിടുത്തെ തിയേറ്ററിൽ അദ്ദേഹം ശക്തമായി വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും പുറകെ പോയിരിക്കുക. ആ ദേവദാസൻ, നല്ല ജനക്കൂട്ടമുണ്ട്. ആദ്യമായി ഞാൻ ഷാജു മോൻ പാസ്റ്റർ അന്നാ കാണുന്നത്, 2024 മെയ് മാസം. അദ്ദേഹം ആ സ്റ്റേജിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ഒരു ആത്മപകർച്ച
ആ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിച്ചു. ഞാനും കണ്ണടച്ച് ഏറ്റവും പുറകിൽ നിന്ന് ആരാധിക്കുമ്പോൾ ആ ദൈവദാസൻ ആ മൈക്ക് അവിടെ വെച്ച് ആ പുൾപിറ്റിൽ നിന്ന് ഇറങ്ങി ആ ഓഡിറ്റോറിയത്തിലൂടെ നടന്ന് എന്റെ അടുത്ത് വന്ന്. ഞാനത് കാണുന്നില്ല. എന്നോട് ഒരുപാട് ആലോചന പറഞ്ഞു. ഞാൻ തകർന്നിരിക്കുന്ന സമയമാണ്. ശുശ്രൂഷ പോലും അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ച് ഞാൻ തകർന്നിരിക്കുമ്പോൾ, ഒരു സാധ്യതയും ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ ആ ദൈവദാസൻ ഒരുപാട് ദൂത് പറഞ്ഞതിൽ ഒരു ദൂത്, പാസ്റ്റേ 2025 5-ാം മാസം ഒരു സഭയിൽ കർത്താവിന്റെ ദാസന ദൈവം ഉറപ്പിക്കും. ഒരു വർഷം കൂടി കിടക്കുകയാണ്. ഞാൻ ആ ദൂത് ഏറ്റെടുത്തു. കറക്റ്റ് 2025 മെയ് മാസം 30-ാം തീയതി ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സഭയിൽ ദൈവം എന്നെ ഉറപ്പിച്ചു. ആ വാഗ്ദത്ത നിവൃത്തിയായിരുന്നു. ഞാനിപ്പോൾ ആ വാഗ്ദത്ത നിവൃത്തി കണ്ട് ആ ചർച്ചിനകത്തിരുന്നാണ് ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ ദൈവദാസൻ എന്നോട് പറഞ്ഞ ആ ദൂതിന്റെ നിവൃത്തി എന്നോണം കറക്റ്റ് 5-ാം മാസം 30-ാം തീയതി ആ സഭയിൽ എനിക്ക് ഓർഡർ വന്ന് ഞാൻ ആ സഭയുടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ കൃത്യം ഒരു വർഷം കഴിഞ്ഞു ആ സഭയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കാൻ പറയുന്നത്. ഒരു വാഗ്ദത്തം ദൈവം തരുമ്പോൾ അതിന് തലയുണ്ടോ വാലുണ്ടോ എങ്ങനെ നിറവേറുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. തന്നത് ദൈവമാണെങ്കിൽ, പറഞ്ഞ ദൈവമാണെങ്കിൽ, തിരുവായ കൊണ്ട് അരുളി ചെയ്ത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. സൂര്യൻ അസ്തമിച്ച രാത്രി പത്തനാരാമിലേക്ക് ഓടിയെത്താൻ കഴിയാതെ ഒരു കല്ല് തലയണയായി വെച്ച് ലൂസിൽ ദൈവം യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ ഒരു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് യാക്കോബിനോട് ദൈവം ഒരുപാട് കാര്യം പറയുമ്പോൾ ഒടുവിൽ പറഞ്ഞ വാഗ്ദത്തം, നീ കിടക്കുന്ന ഈ സ്ഥലം നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശമായി തരും. പക്ഷെ ആ വാഗ്ദത്തം യാക്കോബിന് ദൈവം കൊടുക്കുമ്പോൾ യാക്കോബ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഈ സ്ഥലം നിനക്ക് മാത്രമല്ല നിന്റെ മക്കൾക്കും തരുമെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചിട്ടുള്ളത് മാത്രമല്ല, മര്യാദയ്ക്ക് നാളെ ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും യാക്കോബിന് ആശങ്കയാ. ഏശാവ് പുറകെ ഉണ്ട്, വെട്ടിക്കൊല്ലാൻ വരികയാ, പകയുണ്ട്. സ്തോത്രം. പത്തനാരാമിൽ എത്തുമോ എന്ന് ആശങ്കയുണ്ട്. സൂര്യൻ അസ്തമിച്ച രാത്രിയാ, ഭാവി മൊത്തം ഇരുളടഞ്ഞിരിക്കുക. കല്യാണം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരനോടാണ് ദൈവം ദൂത് പറയുന്നത്, ഈ സ്ഥലം നിനക്കും നിന്റെ മക്കൾക്കും തരുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു ദൂത് പറയുമ്പോൾ, ഒരു വാഗ്ദത്തം തരുമ്പോൾ അതിന് തലയുണ്ടോ വാലുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, സ്തോത്രം, പറഞ്ഞവൻ ദൈവമാണെങ്കിൽ റോമിൽ നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് വാഗ്ദത്തം ദൈവം പൗലോസിനോട് പറയുമ്പോൾ 40 പേര് ശപഥം ചെയ്തു, ഞങ്ങൾ നിന്നെ കൊണ്ടെത്തിക്കത്തില്ല. പല കാറ്റുകളും അടിച്ചു പൗലോസ് എത്താതെ വണ്ണം. ഇൻഡയറക്റ്റായി നിന്ന് പൗലോസ് റോമിൽ എത്താതെ വണ്ണം പല ശക്തികൾ പോരാടിയിട്ടും അതിനെല്ലാം ജയിച്ചു മുന്നേറുമ്പോഴാണ് ഡയറക്റ്റായി ഒരു അണലി വന്ന് പൗലോസിന്റെ കയ്യിൽ തൂങ്ങിയത്. ഇൻഡയറക്റ്റായി പല കാറ്റുകളും അടിച്ചിട്ടും ഭക്തൻ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ആ വാഗ്ദത്തം ഉറപ്പോടെ വിശ്വസിക്കുമ്പോൾ റോമിൽ എത്താതെ ആ വാഗ്ദത്ത നിവൃത്തിയിൽ പൗലോസ് കാലുകുത്താതെ അതുവരെ ഇൻഡയറക്റ്റായി നിന്ന് പോരാടിയ ആ പൈശാചിക വ്യാപാരം ഡയറക്റ്റായി മെലീത്തയിൽ വെളിപ്പെട്ട് ഒരണലിയായി വന്ന് പൗലോസിന്റെ കയ്യിൽ തൂങ്ങുമ്പോൾ പൗലോസ് ആ ശക്തിയെ തീയിലേക്ക് കൊടഞ്ഞു കളഞ്ഞ് വാഗ്ദത്ത നിവൃത്തിയിൽ പൗലോസ് കാലുകുത്തിയെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾക്കെതിരെ തലപൊക്കി നിൽക്കുന്ന ചില ദുഷ്ട ശക്തികൾ, വാഗ്ദത്തങ്ങൾക്കെതിരെ തലപൊക്കി നിൽക്കുന്ന ചില പൈശാചിക പോരുകളെ ഈ 6ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് വെളി കൊണ്ടുവന്ന് കത്തിക്കാൻ കഴിയുന്ന രാത്രിയാണെന്ന്, ഒരു തീ നമ്മുടെ നടുവിൽ രാത്രി വെളിപ്പെടുമെന്ന് ഈ രാത്രി വിശ്വസിച്ച് ഞങ്ങൾ ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എബേസ് പ്രാർത്ഥിക്കുക. ഞാൻ എബേസിന്റെ പ്രാർത്ഥനയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആ എടുത്ത വിഷയത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നിന്നുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോയത്. എബേസ് പ്രാർത്ഥിക്കുക. 2 വാചകത്തിൽ നമ്മൾ ആ പ്രാർത്ഥന പഠിച്ചാൽ 2 പേരും, അമ്മയും എബേസും, ഒരുപോലെ പറഞ്ഞ ഒരു വാക്കുണ്ട്, വ്യസനം. ഇത് അമ്മയും പറയുന്നുണ്ട്, എബേസും പറയുന്നുണ്ട്. വ്യസനം എന്ന വാക്ക് 2 പേരും ഒരുപോലെ പറയുന്നുണ്ട്. സ്തോത്രം. അമ്മ അത് പറയുന്നത് പ്രസവ സമയത്താണ്. പക്ഷെ എബേസ് അത് പറയുന്നത് അവന്റെ പ്രാർത്ഥനാ മുറിയിലാണ്. സ്തോത്രം.
അമ്മ പ്രസവ സമയത്ത് പറയുന്നു, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. എന്നാൽ എബേസ് തന്റെ പ്രാർത്ഥനാ മുറിയിൽ പറയുന്നു, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്. അപ്പോ തലമുറയായി വന്ന വ്യസനം. അമ്മ അത് പറഞ്ഞത് പ്രസവ സമയത്തും, മകൻ അത് പറയുന്നത് അവന്റെ പ്രാർത്ഥനാ മുറിയിലും. ഇന്ന് രാത്രി തലമുറയായി വന്ന ചില വ്യസന വിഷയങ്ങൾ എബേസിന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ക്യാൻസൽ ചെയ്തെങ്കിൽ, ദൈവം ബ്രേക്ക് ചെയ്തെങ്കിൽ, ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ തലമുറയായി കടന്നു വരുന്ന ചില രോഗശക്തികളെ, ചില വ്യസന വിഷയങ്ങളെ, ചില പാരമ്പര്യ ശക്തികളെ ദൈവം ബ്രേക്ക് ചെയ്യുന്ന, ദൈവം ക്യാൻസൽ ചെയ്യുന്ന ഒരു രാത്രിയാണ് ഈ 6ാമത്തെ രാത്രി. രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. തലമുറയായി വന്ന ചില വ്യസന വിഷയങ്ങളെ, തലമുറയായി വന്ന ചില വ്യസനങ്ങളെ എബേസിന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം സ്റ്റോപ്പ് ചെയ്തെങ്കിൽ, എബേസിന്റെ പ്രാർത്ഥന മുറി കൊണ്ട് ദൈവം ക്യാൻസൽ ചെയ്തെങ്കിൽ, തലമുറയായി കയറി വരുന്ന ചില രോഗശക്തികളെ അപ്പൻ രോഗിയാക്കിയെങ്കിൽ മകനെയും ഞാൻ രോഗിയാക്കും. അപ്പൻ കടഭാരമുള്ളവനാണെങ്കിൽ മകനും അങ്ങനെ തന്നെ. രാത്രി തലമുറയായി കയറി വരുന്ന ചില രോഗബന്ധനങ്ങളെ, ചില പാരമ്പര്യ ശക്തികളെ ഈ 6ാമത്തെ രാത്രി ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഒരു അനന്യാസ് പൗലോസിന്റെ തലയെ കൈവച്ചപ്പോൾ ചെതുമ്പല് വീണതുപോലെ ഇന്ന് രാത്രി ആരും കൈവയ്ക്കാതെ ഈ വചനത്തിന്റെ മുമ്പിൽ ചില പാരമ്പര്യത്തിന്റെ ചെതുമ്പലുകൾ ഈ രാത്രി താഴെ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് നിന്റെ കുഞ്ഞിന്റെ ബുദ്ധിയെ കെട്ടിയ ചില ചെതുമ്പലുകൾ, നിന്റെ ശുശ്രൂഷയെ കെട്ടിയ ചില ചെതുമ്പലുകൾ, നിന്റെ ഫൈനാൻഷ്യൽ മേഖലകൾ കെട്ടിയ ചില ചെതുമ്പലുകൾ ഇന്ന് രാത്രി ആരും കൈവയ്ക്കാതെ താഴെ പോകുന്ന രാത്രിയാണെന്ന്. ചൂടമാന ബലറിമന പ്രൗഢമാന ബലരികന വൈഷമാന ബലം. ഇന്ന് രാത്രി ചില പാരമ്പര്യ ശക്തികൾ താഴെ പോകട്ടെ, ചില രോഗശക്തികൾ താഴെ പോകട്ടെ, ചില ചെതുമ്പലുകൾ രാത്രി താഴെ പോകട്ടെ. ചില വ്യസന വിഷയങ്ങൾ ഈ രാത്രി ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ചില വ്യസന വിഷയങ്ങൾ ഞങ്ങൾ രാത്രി ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടുമെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ടെങ്കിൽ, ഞങ്ങൾ രാത്രി ആത്മാവിൽ ചില പോരുകളെ കെട്ടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് രാത്രി ദൈവം കെട്ടിയതിനായി സ്തോത്രം. എബേസിന്റെ പ്രാർത്ഥനാ മുറിയിൽ എബേസ് അത് പറഞ്ഞ് എബേസ് അത് ക്യാൻസൽ ചെയ്തു. ദൈവം നിങ്ങൾക്കൊരു അധികാരം തരിക ചിലതിനെ ക്യാൻസൽ ചെയ്യാൻ. ദൈവാത്മാ അങ്ങനെ തന്നെ ദൈവം നിങ്ങളുടെ നാവിൽ അധികാരം തരിക. നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് 2 വാക്ക് പറയാൻ പറ്റുമോ? ഈ രാത്രി കർത്താവ് അധികാരം തരിക. നിങ്ങളുടെ നാവിന്മേൽ കർത്താവ് അധികാരം തരിക. യശ്യാവിന്റെ അതരത്തിൽ യാഗപീഠത്തിലെ കാനൽ തൊട്ടതുപോലെ സ്വർഗീയ സാറാഫുകൾ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഈ രാത്രി പറന്നിറങ്ങിയിട്ടുണ്ട്. ആ യാഗപീഠത്തിന്റെ കാനൽ നിങ്ങളുടെ നാവിൽ തൊട്ട് ദൈവം നിങ്ങൾക്ക് അധികാരം തരുമ്പോൾ നിങ്ങൾ കൽപ്പിച്ചാൽ ആ കാട്ടെത്തി ഇന്ന് രാത്രി വേരോടെ പിഴുത് കടലിലേക്ക് പോകും. ചില പർവ്വതങ്ങൾ ഈ രാത്രി സമഭൂമിയായി മാറും. നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന, നിന്റെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന, നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കെതിരെ പോരാടുന്ന, വഴിയടയ്ക്കുന്ന ചില താമര കഥകളെ ഈ രാത്രി ഉടച്ചു കളയാൻ, ചില ഇരുമ്പോടാമ്പലുകളെ ഈ രാത്രി കണ്ണിച്ചു കളയാൻ, ചില ദുർഘടങ്ങളെ ഈ രാത്രി നിരപ്പാക്കാൻ, ചില കാട്ടത്തികളെ വേരോടെ പിഴുത് ഈ രാത്രി കടലിലേക്ക് നട്ടുകളയാൻ. നിന്റെ ശരീരത്തിനകത്ത് ഇന്ന് രാത്രി പിശാച് വെച്ച ചില രോഗത്തിന്റെ കാട്ടത്തികളെ വേരോടെ പിഴുത് കടലിലേക്ക് നട്ടുകളയുന്ന ഒരു ദൈവശക്തി ഈ രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. ദൈവമകളെ, എത്ര മരുന്ന് കഴിച്ചാലും, എത്ര കീമോ എടുത്താലും ചില രോഗത്തിന്റെ വേരുകളൊക്കെ ചിലപ്പോൾ പൂർണ്ണമായി പറഞ്ഞു പോയെന്ന് വരത്തില്ല. ആന്റിബയോട്ടിക് കഴിച്ചാലും, ഡോക്ടർമാർ മെഡിസിൻ അവർ പ്രിഫർ ചെയ്താലും, സ്തോത്രം, ചിലപ്പോൾ ചില രോഗത്തിന്റെ വേരുകളൊക്കെ അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ ഇന്ന് രാത്രി ആ കാട്ടത്തി വേരോടെ പിഴുത് കടലിലേക്ക് പോവുകയാണ്. ഈ മീറ്റിങ്ങിലൊക്കെ വളരെ ശക്തമായി ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ ഇരുന്നാലും വചനം ഇവിടെ ഇരിക്കത്തില്ല. സ്തോത്രം. പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ അവിടെ ഇരിക്കുന്നുള്ളൂ, വചനം ഇവിടെ ഇരിക്കുന്നില്ല. വചനം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി വചനം ഓടിക്കൊണ്ടിരിക്കുക. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എന്റെ അടക്കിലേക്ക് മടങ്ങി വരാതെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുമെന്ന് തിരുവചനത്തിനകത്ത് വായിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി വചനം അതിവേഗത്തിൽ നിനക്ക് വേണ്ടി പുറപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവത്തോട് എബേസ് പ്രാർത്ഥിക്കുക. ഇസ്രായേലിന്റെ ദൈവത്തോട്. അങ്ങനെ അടുത്ത പദം വായിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തോട് എബേസ് പ്രാർത്ഥിച്ചു. ആരാ ഇസ്രായേലിന്റെ ദൈവം? ആരാ ഇസ്രായേല്?
എബേസ് ആരോട് പ്രാർത്ഥിച്ചത്? ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോട്. വ്യസനപുത്രൻ എന്നുള്ള പേരാണ് എബേസിന്. അമ്മ വ്യസനത്തോടെയാണ് പ്രസവിച്ചത്. പക്ഷേ യാക്കോബിനെയാണ് ദൈവം ഇസ്രായേലാക്കി മാറ്റിയത്. ഒറ്റ രാത്രി കൊണ്ടാണ് ദൈവം അത് മാറ്റിയത്. യാക്കോബ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവന്റെ പേര് മാറ്റിയത്. അപ്പൊ എബേസ് പ്രാർത്ഥിച്ചത് ആരോടാണ്? ഇസ്രായേലിന്റെ ദൈവത്തോട്, പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോട്. ഇന്ന് രാത്രി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ, നിന്റെ കുഞ്ഞിന്റെ പേര് മാറ്റാൻ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് എത്ര സെക്കൻഡ് വേണം? എത്ര നിമിഷം വേണം? ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദേ നിനക്കും ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നുവെന്ന് തിരുവചനത്തിനകത്ത് വായിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് എത്ര സമയം വേണം? പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോട്. ഞാൻ പറയട്ടെ, ഒരു രാത്രി യാക്കോബ് മല്ല് പിടിക്കുക, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. 20 വർഷത്തെ പക ഏശാവിനുണ്ട്. 400 ആളുകളുമായി ഏശാവ് തന്നെ എതിരേറ്റ് വരുന്നുവെന്നുള്ള വാർത്ത യാക്കോബ് കേട്ടു. അമ്മായപ്പൻ കൊടുത്ത അനുഗ്രഹം, അപ്പൻ കൊടുത്ത അനുഗ്രഹം, ചേട്ടൻ കൊടുത്ത എല്ലാം യാക്കോബിന്റെ കയ്യിലുണ്ട്. പക്ഷേ യാക്കോബിനറിയാം, ഇനി ഒരു സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് താൻ മാത്രം ശേഷിച്ച് ഒരു രാത്രി യാബോക്ക് കടവെങ്കിൽ, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് യാക്കോബ് ദൈവവുമായി മല്ല് പിടിക്കുമ്പോൾ എന്താ ദൈവം കൊടുത്ത അനുഗ്രഹം? എന്താ ദൈവം കൊടുത്ത അനുഗ്രഹം? കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകത്തക്കവണ്ണം ഒന്നും കർത്താവ് കൊടുത്തില്ല. അവന്റെ പേര് മാറ്റിയതേ ഉള്ളൂ. ദൈവം അവന്റെ പേരെ മാറ്റിയത് അന്ന് രാത്രി. യാക്കോബ് ഇസ്രായേലായി മാറി. നേരം വെളുത്ത് ഏശാവ് യാക്കോബിനെ കണ്ടുമുട്ടുമ്പോൾ, ദൈവമക്കളെ 20 വർഷത്തെ പകയുണ്ടെങ്കിലും ആ വാളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഏശാവ് യാക്കോബിനെ കെട്ടിപ്പിടിക്കുക, ചുംബിക്കുകയാ. കഴിഞ്ഞ രാത്രി താൻ ഭയപ്പെട്ട വിഷയത്തെ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം ചുംബന വിഷയമാക്കി മാറ്റി. ഇന്ന് രാത്രി നീ ഭയപ്പെടുന്നതിന് ദൈവം ചുംബന വിഷയമാക്കി മാറ്റും. നീ ഭയപ്പെടുന്നതിന് ദൈവം ചുംബന വിഷയമാക്കി മാറ്റും. സത്യത്തിൽ എന്താ അന്നേരം അവിടെ സംഭവിച്ചത്? ദൈവം പേര് മാറ്റി നേരം വെളുത്തപ്പോൾ ഈ പക മാറിപ്പോയില്ലേ? വാളു മാറി ചുംബിച്ചില്ലേ? എന്താ അവിടെ സംഭവിച്ചത്? എന്താ? ഏശാവെ നീ വെട്ടുന്നില്ലേ? ഏശാവെ നീ കൊല്ലുന്നില്ലേ? നീ കൊല്ലാൻ വേണ്ടിയല്ലേ വന്നത്? പിന്നെ എന്താ കൊല്ലാത്തത്? അതിന് ഏശാവ് ഒരു മറുപടി പറയും, എനിക്ക് പകയുള്ളത് യാക്കോബിനോട്. പക്ഷെ ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന യാക്കോബല്ല, ഇസ്രായേലാ. എനിക്ക് ഇസ്രായേലിനോട് പകയില്ല. എനിക്ക് പകയുള്ളത് യാക്കോബിനോടാ. യാക്കോബ്, പകയുള്ള യാക്കോബ് തലേ രാത്രി അവസാനിച്ചു. ഇപ്പോൾ നിൽക്കുന്ന യാക്കോബല്ല, ഇപ്പോൾ നിൽക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിനോട് എനിക്ക് പകയില്ല. ഇന്ന് രാത്രി എത്ര സെക്കൻഡ് വേണം നിന്റെ പേര് മാറ്റാൻ? എത്ര സെക്കൻഡ് വേണം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ? എത്ര സെക്കൻഡ് വേണം നിന്റെ കുഞ്ഞിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ? പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോട്, സ്ഥിതി മാറ്റാൻ കഴിവുള്ള ദൈവത്തോട് ഈ എബേസ് പ്രാർത്ഥിക്കുക, ഇസ്രായേലിന്റെ ദൈവത്തോട്. എന്താ പ്രാർത്ഥിച്ചത്? ഒന്നാമത്തെ വിഷയം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ അതിര് നീ ഒന്ന് വിശാലമാക്കണം. കർത്താവേ, എന്റെ അതിര് നീ ഒന്ന് വിശാലമാക്കണം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ 9 അതിരുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ചില മിനിറ്റുകൾ കൂടെ ഉണ്ടല്ലോ, ഒന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാം. ഏകദേശം 9 അതിരുകൾ, 9 ടൈപ്പ് അതിരുകൾ, 9 വ്യത്യസ്ത അതിരുകൾ ബൈബിളിലുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ഈ രാത്രി പങ്കുവെക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ അതിരിനെ വിശാലമാക്കുന്ന, നമ്മുടെ അതിരിനെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കൊക്കെ ഒരുപാട് പരിമിതികളും പരിധികളും ഉണ്ട്. സ്തോത്രം. പക്ഷേ ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കും. ഇന്ന് രാത്രി ഉപവാസ ദിവസങ്ങൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ്, ഈ 40 ദിവസത്തെ പ്രാർത്ഥന ഒരുമിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എന്റെ കുടുംബത്തിന്റെ അതിര് വിശാലമാക്കുമെന്ന്, എന്റെ പേര് ദൈവം മാറ്റുമെന്ന്, എന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന്, ദൈവം എന്റെ വ്യസന വിഷയങ്ങൾ എടുത്തു മാറ്റുമെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ കുടുംബത്തിൽ ഒരു സാധ്യത ഇല്ലാത്തിടത്ത് ഒരു സാധ്യത ഉണ്ടാകുമെന്ന്, ഒരു വഴി ഇല്ലാത്തിടത്ത് ഒരു വഴി ഉണ്ടാകുമെന്ന് ഈ രാത്രി വിശ്വസിക്കുക.
ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ ഞാൻ അവരാൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഫറവോൻ വാദിക്കുമ്പോൾ ലോകത്തിലെ 33 ദൈവങ്ങളും ഒരുമിച്ച് നിന്ന് വെട്ടിയാലും തെളിയാത്ത വഴി ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടന്റെ ആഴത്തിൽ വെട്ടി ജനത്തെ അക്കരെ എത്തിച്ച ഒരു ദൈവകരം ഈ 6ാമത്തെ രാത്രിയിലും കുറുതായി പോയിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ മഹത്വം ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നമ്മുടെ അതിരുകളെ വിശാലമാക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് അതിര് നമ്മൾ വെക്കുന്ന അതിരാ. എന്നാൽ ഇന്ന് രാത്രി നമ്മളത് പൊളിച്ചു കളയണം. നാം സ്വയമായി വെക്കുന്ന അതിരുകളുണ്ട്, അത് ഈ രാത്രി നമ്മൾ പൊളിക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് വെക്കുന്ന അതിരുകളുണ്ട്, ഇന്ന് രാത്രി നമ്മളത് പൊളിക്കണം. ദൈവമക്കളെ, നമ്മളത് പൊളിച്ചു കളയണം. അബ്രഹാം പറഞ്ഞു, ഇസ്മായേൽ എന്റെ മുമ്പാകെ ജീവിച്ചിരുന്ന മതി. അത് അബ്രഹാം വെച്ച അതിര. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം ഇസഹാക്കായിരുന്നു. നിന്റെ ഭാര്യ തന്നെ പ്രസവിക്കുമെന്ന്, സാറ തന്നെ പ്രസവിക്കുമെന്ന്, സാറ ഉദരത്തിൽ നിന്ന് ഒരു മകൻ പുറപ്പെടുമെന്ന് ദൈവം പറയുമ്പോൾ അബ്രഹാം, ഇല്ല കർത്താവേ, ഞാൻ എന്റെ കുടുംബത്തിനകത്തൊരു അതിര് വെക്കുകയാ, ഇസ്മായേലും മതി. ഇസ്മായേൽ ജീവിച്ചിരുന്ന മതി. എനിക്ക് 99 വയസ്സ് പ്രായമുണ്ടല്ലോ, ഇനി എനിക്ക് വയ്യ. പക്ഷെ അബ്രഹാമേ, ഇസ്മായേൽ അല്ല വാഗ്ദത്തം ഇസഹാക്ക. തൊട്ടപ്പുറേ അതിമകത്തായ വാഗ്ദത്തം ദൈവം വെച്ചിരിക്കുമ്പോൾ അബ്രഹാം ഇട്ട അതിര് ഇസ്മായേൽ ജീവിച്ചിരുന്ന. ഇന്ന് ദൈവമക്കളെ, നമ്മൾ അതിരിടരുത്. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ അതിരിനെ വിശാലമാക്കാൻ കഴിവുള്ള ദൈവമാണ്. പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ ലോത്തിനോട് ദൈവം പറയുമ്പോൾ ലോത്ത് അതിരിട്ടു. ലോത്ത് പറയുക, ഞാൻ ആ പട്ടണത്തിലേക്ക് ഓടിക്കോളാം, എനിക്ക് അവിടം വരെ ഓടാൻ കഴിവില്ല, ശക്തിയില്ല, ആ പട്ടണത്തിലേക്ക് ഞാൻ ഓടാം. പക്ഷെ ദൈവം പറഞ്ഞു, ലോത്തെ, നീ പർവ്വതത്തിലേക്ക്, ദൈവം ഇട്ട അതിര് ആ പർവ്വതമാ. പക്ഷെ ലോത്ത് അതിരിടുക, ഞാൻ ആ പട്ടണത്തിലേക്ക് പൊക്കോളാം, എനിക്ക് അവിടം വരെ ഓടാൻ ശക്തിയില്ല. ഇന്ന് രാത്രി ഓടാൻ പറഞ്ഞവൻ ഓടാനുള്ള കൃപയും തരും. ശുശ്രൂഷ തന്നവൻ അത് പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള അഭിഷേകവും തരും. നിയോഗം തന്നവൻ അത് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമുള്ള കൃപയും നിനക്ക് തരും. ലോത്തെ, ആരാ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത്? ദൂതനാ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനല്ല നിന്റെ കരം പിടിച്ചിരിക്കുന്നത്, ദൂതനാ കരം പിടിച്ചിരിക്കുന്നത്. ദൂതൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പർവ്വതം വരെ ചെല്ലാനുള്ള ശക്തിയും നിനക്ക് തരത്തില്ലേ. പക്ഷെ ലോത്ത് വെച്ച അതിര് പട്ടണമാണ്. ഞാൻ ആ പട്ടണത്തിലേക്ക് പൊക്കോളാം. ഇന്ന് രാത്രി ദൈവമകളെ, നീ നിനക്ക് അതിരിടരുത്. നിന്റെ അതിരിനെ വിശാലമാക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തെ നാം പരിമിതപ്പെടുത്തരുത്. ഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ച് അവർ അതിരിട്ടില്ലേ? മന്ന ദൈവം തന്നു, അവൻ പാറയെ പിളർന്ന് വെള്ളവും തന്നു. പക്ഷെ ഇറച്ചി കൂടെ തരാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ച് അവർ പരിമിതപ്പെടുത്തിയില്ലേ? മോശ പറയുന്നുണ്ട്, കർത്താവ്, എന്റെ കൂടെ ഇത്രയും ജനമുണ്ടല്ലോ, ഇത്രയും ജനത്തിന് എവിടെ നിന്നാണ് നീ ഇറച്ചി കൊടുക്കുന്നേ? ഇത്രയും ജനത്തിന് എവിടെ നിന്ന് ഇറച്ചി കൊടുക്കും? ദൈവം പറഞ്ഞു, മോശെ, ഈ കയ്യിലേക്ക് നോക്ക്, ഈ കരം കുറുതായി പോയിട്ടില്ല. 1 മാസമല്ല, നിങ്ങളുടെ മൂക്കിൽ കൂടെ ഓക്കാനും വരുമ്പോൾ നിങ്ങൾ കഴിക്കും. ഇസ്രായേൽ ദൈവത്തെ അവർ പരിമിതപ്പെടുത്തി. ദേ ലിമിറ്റഡ് ദ ഹോളി വൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് അതിര് വെക്കരുത്. സ്തോത്രം. അബ്രഹാം പ്രായത്തിന്റെ പേരിൽ അതിര് വെക്കുമ്പോൾ, ഇസ്മായേൽ ജീവിച്ചിരുന്ന മതി എന്ന് പറഞ്ഞ് അതിര് വെക്കുമ്പോൾ, കാലേബ് പറഞ്ഞ വാക്ക് എന്താ? എനിക്കിപ്പോ 85 വയസ്സായി, പക്ഷെ ഞാൻ അതിര് വെക്കുന്നില്ല, ഇപ്പോഴും ആ മല തന്നാൽ ഞാൻ അതിനെ പിടിക്കാം. അങ്ങനെ കാലേബ് പറയുന്നത്. ഒരുവൻ പ്രായത്തിന്റെ പേരിൽ ഇവിടെ അതിര് വെക്കുമ്പോൾ വേറൊരു കാലേബ് പറയുക, എനിക്ക് 85 വയസ്സായി, പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, മോശ എന്നെ അയച്ച ആളിലെ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് 85 വയസ്സായെങ്കിലും ഇപ്പോഴും ആരോഗ്യമുണ്ട്. ആ മല ഞാൻ പിടിക്കും. ഇന്ന് രാത്രി ദൈവമക്കളെ, ചില വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ ദൈവം നിനക്കൊരു അഭിഷേകം തരും. രാത്രി പ്രായത്തിന്റെ പേരിൽ രോഗമാണെന്നും ക്ഷീണമാണെന്നും സമ്പത്തില്ലെന്നും എല്ലാം പ്രതികൂലമാണെന്നൊക്കെ പറഞ്ഞ് പ്രായത്തിന്റെ പേരിൽ ഒരു മൂലക്കകത്ത് ഈ രാത്രി നീ ഒതുങ്ങിക്കൂടരുത്. ദൈവം നിന്റെ ശുശ്രൂഷയുടെ അതിനെ വിശാലമാക്കാൻ പോകുക. ദൈവം നിന്റെ മിനിസ്റ്ററെ വിശാലമാക്കാൻ പോകുക. ഒരു അഭിഷേകം തന്ന് ചില വാഗ്ദത്തങ്ങൾ ഇനിയും എത്തിപ്പിടിക്കത്തക്കവണ്ണം, ചില മലകൾ ഇനിയും എത്തിപ്പിടിക്കാൻ തക്കവണ്ണം, ചില അവകാശങ്ങൾ ഇനിയും എത്തിപ്പിടിക്കാൻ തക്കവണ്ണം ദൈവം നിന്റെ ശുശ്രൂഷയുടെ, നിന്റെ അഭിഷേകത്തിന്റെ, നിന്റെ
നിന്റെ ദർശനത്തിന്റെ, നിന്റെ കാഴ്ചപ്പാടിന്റെ, നിന്റെ കൃപാവരത്തിന്റെ, നിന്റെ പ്രവചനത്തിന്റെ, നിന്റെ പ്രസംഗത്തിന്റെ, നിന്റെ വെളിപ്പാടിന്റെ അതിരുകളെ വിശാലമാക്കാൻ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുമെന്ന്, ഒരു അഗ്നിജ്വാല നിന്റെ മേൽ വീഴുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവത്തിന്റെ ആലോചന പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് അതിരിടരുത്. അപ്പോ തന്നെ ചിലപ്പോഴെങ്കിലും മനുഷ്യൻ നിന്റെ മുമ്പിൽ അതിര് വെച്ചേക്കാം. ഇവിടത്തോളം നീ വന്നാ മതി എന്ന് പറഞ്ഞ് അതിര് വെച്ചേക്കാം. ഇസബേൽ ഏലിയാവിനിട്ട അതിര് 24 മണിക്കൂർ. അതാ ഇസബേൽ ഏലിയാവിനിട്ട അതിര്, നാളെ നേരത്ത് ഞാൻ നിന്നെ കൊല്ലും, നാളെ നേരത്തെ ഞാൻ നിന്നെ കൊല്ലും. 24 മണിക്കൂറാണ് ഇസബേൽ ഏലിയാവിനിട്ട അതിര്. ക്ഷീണിച്ചു പോയി ഏലിയാവ് ക്ഷീണിച്ചു പോയി. കർത്താവേ മതി, എന്റെ പ്രാണനെ എടുക്ക്, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല. കർമ്മേലിൽ അവൻ ഇറക്കിയ തീയുടെ ചൂട് ആറിയിട്ടില്ല. അതിനു മുമ്പേ അവൻ ആ വാക്കിന് മുമ്പിൽ ക്ഷീണിച്ചു പോയി. ഈ ഇസബേലിന്റെ ദൈവങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ലെന്ന് കർമ്മേലിൽ ഒറ്റയ്ക്കും തെളിയിച്ച വ്യക്തിയാണ് ഏലിയാവ്. പക്ഷെ ഇസബേല് 24 മണിക്കൂർ എന്ന അതിരിട്ടപ്പോൾ ഏലിയാവ് ക്ഷീണിച്ചു പോയി. തീയുടെ ചൂട് ആറുന്നതിന് മുമ്പ് ഏലിയാവ് ക്ഷീണിച്ചു പോയി. ദൈവത്തിന് മനസ്സിലായി, ഇപ്പൊ കാക്ക കൊണ്ടുവന്ന അപ്പം കൊടുത്താൽ ഏലിയാവ് എഴുന്നേൽക്കത്തില്ല. വിധവയുടെ വീട്ടിൽ അപ്പം കൊടുത്താലും ഏലിയാവ് എഴുന്നേൽക്കത്തില്ല. കാക്ക കൊണ്ടുവന്ന അപ്പം കൊടുത്താൽ 1000 കാക്കയെ ദൈവത്തിന് അയക്കാൻ ശക്തിയുണ്ട്. വിധവയുടെ വീട്ടിൽ അപ്പവും അല്ല കൊടുത്തത്, ഒരു മനുഷ്യന്റെയും കൈ തൊടാത്ത ഒരടയുമായി ദൈവത്തിന്റെ ദൂതൻ ഏലിയാവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഇസബേൽ 24 മണിക്കൂർ ഇട്ടെങ്കിൽ ആ 24 മണിക്കൂറിനെ 40 ദിവസമാക്കി ദൈവം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഇന്ന് രാത്രി ഡോക്ടർമാർ നിനക്കിട്ടിയ ആയുസ് ഒരു പക്ഷെ 3 മാസമായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ കലണ്ടർ കീറിക്കളഞ്ഞിട്ട്, ആ മെഡിക്കൽ റിപ്പോർട്ട് കീറിക്കളഞ്ഞിട്ട് ഇന്ന് രാത്രി ഒരസാധാരണ സൗഖ്യം നിനക്ക് നൽകുന്ന രാത്രിയാണെന്ന്. സ്തോത്രം. ഒരസാധാരണ സൗഖ്യം നിനക്ക് നൽകുന്ന രാത്രിയാണെന്ന് നിന്റെ ആയുസ്സിന് വില പറയുന്ന, നിന്റെ കുടുംബത്തിന്റെ ആയുസ്സിന് വില പറയുന്ന ചില രോഗശക്തികളെ, ചില ആഭിചാര ശക്തികളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് വെട്ടിക്കളഞ്ഞിട്ട് നിന്റെ ആയുസ്സിനെ ദൈവം ഇന്ന് രാത്രി ഈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരസാധാരണ സൗഖ്യം ഇന്ന് രാത്രി നിന്റെ തലയ്ക്ക് മീതെ വ്യാപരിക്കുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ഈ രാത്രി ദൈവത്തിന്റെ ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുക. ആ സൗഖ്യദായകൻ, ആ മുറിഞ്ഞ കരം ഇന്ന് രാത്രി നിന്റെ ശിരസിൽ വെച്ച് ഈ രാത്രി ആ സൗഖ്യം ഈ രാത്രി കർത്താവ് അയക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കൊളസ്ട്രോളുകൾ ഈ രാത്രി സൗഖ്യമാകട്ടെ, ചില ഷുഗറുകൾ ഈ രാത്രി നോർമൽ ആകട്ടെ. അസ്ഥിയെ തൊട്ട രോഗം, ഞരമ്പിനെ തൊട്ട രോഗം, നാഡി ഞരമ്പിനെ തൊട്ട രോഗം, രക്തധമനികളെ തൊട്ട രോഗം, ഹാർട്ടിനെ തൊട്ട രോഗം, പാൻക്രിയാസിനെ തൊട്ട രോഗം, ചില രോഗശക്തികൾ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടാൻ ഒരുമിച്ച് ഞങ്ങൾ രാത്രി സ്തോത്രം പറയുമ്പോൾ അടിപ്പിണറുകളാൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം ഈ രാത്രി വ്യാപരിക്കട്ടെ. ആയുസ്സിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച പോരുകളെ അടിച്ചു കളയുകയാണ്. ഇസബേലിട്ട് ആയുസ് 24 മണിക്കൂർ. പക്ഷെ ആ 24 മണിക്കൂറിനെ 40 ദിവസമാക്കി ദൈവം എക്സ്റ്റെൻഡ് ചെയ്തുവെന്ന് മാത്രമല്ല, ഏതു മരുഭൂമിയിലാണോ താൻ മരണം കാണാൻ കൊതിച്ചത്, അതേ മരുഭൂമിയിൽ 3 പേരെ അഭിഷേകം ചെയ്യാൻ, 2 രാജാക്കന്മാരെയും ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യാൻ ഏലിയാവിന്റെ കൈകൾക്ക് ദൈവം ബലം കൊടുത്തെങ്കിൽ രാത്രി മരണം കാണാൻ കൊതിച്ചവന് മരണം കാണാതെ എടുക്കാൻ ദൈവം ഏലിയാവിന് ദൈവമക്കളെ ഒരു വിശേഷമായ ഒരു അഭിഷേകം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അതിരിടരുത്. അപ്പോൾ തന്നെ ശത്രു വിട്ട അതിരുകളെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പൊട്ടിച്ചു കളയുകയാണ്. ഇവിടം വരെ നീ പോയാൽ മതി, നിന്റെ തലമുറ ഇവിടം വരെ പോയാൽ മതി. ഒരു വര വരച്ചിട്ട് ഇന്ന് രാത്രി ഒരു വര വരച്ചിട്ട് ഈ വരയ്ക്കപ്പുറത്തേക്ക് നീ പോകത്തില്ല, ഈ വരയ്ക്കപ്പുറത്തേക്ക് നിന്റെ തലമുറ പോകത്തില്ലെന്ന് പറഞ്ഞ് ഒരു വര വരച്ച് ഇവിടം വരെ നീ പോയാൽ മതി എന്ന് പറഞ്ഞ് ശത്രു ഇട്ടിരിക്കുന്ന ചില അതിരുകളെ, ചില ബൗണ്ടറികളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ രാത്രി ചില അതിരുകൾ വിശാലമാകട്ടെ, ചില ശുശ്രൂഷകൾ വിശാലമാകട്ടെ, ചില കൃപാവരങ്ങൾ വിശാലമാകട്ടെ, ചില വെളിപ്പാടുകൾ വിശാലമാകട്ടെ, ചില മറകൾ ഈ രാത്രി മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ.
ദൂതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 9 അതിരുകൾ ഉണ്ടെങ്കിലും ഒരൊറ്റ അതിര് മാത്രമേ ഞാൻ ഈ രാത്രി പങ്കുവെച്ചുള്ളൂ. നമ്മളായിട്ടൊന്നും അതിരിടാൻ പോകണ്ട. ശത്രു വിട്ട അതിരുകളെ ദൈവം പൊളിച്ചു മാറ്റും. വാഗ്ദത്തം പുറത്തു വരാതെ ശത്രു വെച്ച അതിര് ഒന്നൊരു കല്ല. യേശുക്രിസ്തു കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ വാഗ്ദത്തം പുറത്തു വരാതെ ശത്രു വെച്ച അതിര് ഒന്ന് കല്ല, 2 മുദ്രയ, 3 കാവൽക്കൂട്ടമ. ലോകം നോക്കുമ്പോൾ ഈ 3 അതിരുകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട്? ഇത് പുറത്തു വരാതെ ലോകം വെച്ച അതിര. യേശു പുറത്തു വരാതെ, വാഗ്ദത്തം പുറത്തു വരാതെ ലോകം വെച്ച അതിരാണ് ഈ 3 അതിരുകൾ. ഒന്ന് കല്ല്. പുറമെ നോക്കുമ്പോൾ, പുറമെയുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ലോകം വെച്ച ഒന്നാമത്തെ അതിര് ഒരു വലിയ കല്ല. സ്തോത്രം. പക്ഷേ അകത്ത് കിടക്കുന്നവൻ ആരാ? അവൻ യുഗങ്ങളുടെ പാറയാ. സ്തോത്രം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കല്ല് കാണുന്നു, പക്ഷെ അകത്ത് കിടക്കുന്നവന് കല്ലല്ല, അവൻ യുഗങ്ങളുടെ പാറയാ. ദൈവമക്കളെ, പാറ വെളി വരാതിരിക്കാനാ ഈ കല്ല് വെച്ചത്. പക്ഷേ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ കല്ലിനെ ഉരുട്ടി മാറ്റി പാറ വെളി വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, പിശാചിട്ട ചില കല്ലുകളെ നീ മുന്നോട്ട് വരാതെ, നിന്റെ തലമുറ പുറത്തു വരാതെ, നിന്റെ വാഗ്ദത്തം പുറത്തു വരാതെ, നിന്റെ സൗഖ്യം പുറത്തു വരാതെ, നിന്റെ ശുശ്രൂഷ പുറത്തു വരാതെ, നിന്റെ അഭിഷേകം പുറത്തു വരാതെ, നിന്റെ നന്മ പുറത്തു വരാതെ, നിന്റെ അവകാശം പുറത്തു വരാതെ ശത്രു ഉരുട്ടി വച്ച ചില കല്ലുകളെ ദൈവശക്തി ഈ രാത്രി ഉരുട്ടി മാറ്റി, ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി ഉരുട്ടി മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവന്ന് അത്ഭുതമാക്കി അതിരുകളെ വിശാലമാക്കുന്ന ഒരേബേസിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഈ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി എന്നാ വായിക്കുന്നത്. ദൂതൻ ഉരുട്ടി മാറ്റി. പിടിച്ചു വെച്ച കല്ലല്ല ഇത്. 3 പേര്, കുറെ പേര് ചേർന്ന് ഉരുട്ടി വെച്ച കല്ല. ഉരുട്ടി വെച്ച കല്ല് ദൂതൻ ഉരുട്ടി തന്നെ മാറ്റി. ഇങ്ങോട്ട് എങ്ങനെയാണോ പ്രശ്നം വരുന്നത്, അങ്ങനെ തന്നെ ദൈവം ആ പ്രശ്നത്തെ എടുത്തു മാറ്റി. രണ്ടാമത്തെ ഒരു മുദ്രയാണ്. ലോകം വെച്ച മുദ്ര, അത് രണ്ടാമത്തെ അതിര. പക്ഷെ അകത്ത് കിടക്കുന്നവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. ആ മുദ്ര വെളി വരാതിരിക്കാൻ ലോകം ഒരു കല്ല് വെച്ചെങ്കിലും ദൈവശക്തി വ്യാപരിച്ചപ്പോൾ മുദ്രകളെ പൊട്ടിച്ച് ആ തത്വത്തിന്റെ മുദ്ര വെളി വന്നു. മൂന്നാമതൊരു വലിയ സൈന്യം. പക്ഷെ അകത്ത് കിടക്കുന്നവൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാ. ആ അധിപതിയുടെ കീഴിലുള്ള ഒറ്റ പടയാളി ഒറ്റ രാത്രി അശൂർ പാളയത്തിൽ ഇറങ്ങി 1,85,000 പേരെ വെട്ടിയെങ്കിൽ, അതുപോലെ കോടി പടയാളികളുള്ള സൈന്യത്തിന്റെ അധിപതി അകത്ത് കിടക്കുമ്പോൾ 4 പേര് ആ അധിപതി വെളി വരാതിരിക്കാൻ കാവൽ നിന്ന അതാ അധിപതിക്ക് ഒരു വിഷയമേ അല്ല. ഈ അതിരുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഈ കർത്താവ് വെളി വന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു അതിര് നീ പുറത്തു വരാതെ വരച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് നീ പോകത്തില്ലെന്ന് പറഞ്ഞ് ശത്രു വെച്ച അതിരുകളെ പരിശുദ്ധാത്മാ പൊട്ടിച്ചു കളഞ്ഞ് ദൈവാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തെ ഒരത്ഭുതമാക്കാൻ. ശമന പ്രൗഢമാന ബലവ, നിന്റെ തലമുറകളെ ഒരത്ഭുതമാക്കാൻ ഇന്ന് രാത്രി ചില കല്ലുകൾ ദൈവം ഉരുട്ടി മാറ്റുകയാണ്. ഇന്ന് രാത്രി ചില മുദ്രകളെ കർത്താവ് പൊട്ടിക്കുകയാണ്. നിന്റെ നന്മയ്ക്കെതിരെ കാവൽ നിൽക്കുന്ന ചില കാവൽ നായ്ക്കളെ പോലെ കാവൽ നിൽക്കുന്ന ചിലരെ കർത്താവ് ഇന്ന് രാത്രി വെട്ടിക്കളയുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവം നമുക്കൊരു അതിരിട്ടിട്ടുണ്ട്. സമുദ്രത്തിന് അത് കവിഞ്ഞു പോകാതെ വണ്ണം, തിരമാല കവിഞ്ഞു പോകാതെ വണ്ണം മണല് കൊണ്ട് അതിരിട്ട ദൈവം നിനക്കിന്ന് രാത്രി, നിന്റെ തലമുറയ്ക്കിന്ന് രാത്രി അതിരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്ര അലച്ചാലും ആ അതിര് വിട്ട് നിന്നെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. ഇത്രത്തോളം വരാം, ഇതിനപ്പുറത്തേക്ക് നിന്നെ തൊടാൻ, നിന്റെ മക്കളെ തൊടാൻ ദൈവം സമ്മതിക്കാതെ ഒരു അതിര് കർത്താവ് വെച്ചിട്ടുണ്ട്. ആ അതിരിനെ പൊളിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇയ്യോബിന്റെ ഭവനത്തെ അതിരിട്ട് വേലി കിട്ടിയ ദൈവം, ചില തിരമാലകളൊക്കെ വരുമ്പോൾ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, എന്റെ മക്കളെയും കൊണ്ട് നിനക്ക് തോന്നിയാലും ഈ രാത്രി കർത്താവ് ഒരതിര് വെച്ചിട്ടുണ്ട്. ആ അതിര് വിട്ട് നിന്നെ തൊടാൻ, എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, യാക്കോബിനോട് ഗുണമോ ദോഷമോ ചെയ്തു പോകുന്ന ലാബാനെയൊക്കെ തടഞ്ഞതുപോലെ തടയാൻ കഴിവുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തടയുന്ന രാത്രിയാകട്ടെ. ഈ 6ാമത്തെ രാത്രി നാം ഇവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാത്ത മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ശക്തി നമ്മുടെ നന്മയെ പിടിക്കാൻ, നമ്മുടെ തലമുറകളെ പിടിക്കാൻ കടന്നു വരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ആ ശക്തിയെ തടയട്ടെ. നമ്മുടെ അതിരുകളെ അവൻ വിശാലമാക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് 1 മിനിറ്റ് ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.
ഒരു മിനിറ്റ് ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു മിനിറ്റ് ഒരു രാത്രി അതിർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില കാട്ടത്തികൾ ഈ രാത്രി വേരോടെ പിഴുതുമാറുന്ന രാത്രിയാകട്ടെ. ചില ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഈ രാത്രി മാറുന്ന രാത്രിയാകട്ടെ. ചില മുദ്രകൾ ഈ രാത്രി പൊട്ടി പോകുന്ന രാത്രിയാകട്ടെ. ചില കല്ലുകൾ ഈ രാത്രി ഉരുണ്ടു മാറുന്ന രാത്രിയാകട്ടെ. സ്പേസ് ഇല്ലാത്തടത്ത്, സാധ്യത ഇല്ലാത്തടത്ത് ഈ 6ാമത്തെ രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയ ദൈവം ചില വ്യക്തികളുടെ മനസ്സിനെ ഉണർത്തി രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് പോലെ നിന്റെ കുടുംബത്തിനകത്തേക്ക് ഒഴുക്കി തന്ന് ഒരു സാധ്യത ഈ രാത്രി കൽപ്പിക്കുന്ന ഒരു രാത്രിയാകാൻ നമുക്ക് ഒരുമിച്ച് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം പേരുമാറ്റാൻ കഴിവുള്ള ദൈവമാണെങ്കിൽ തലമുറയായി കയറി വരുന്ന ചില വ്യസന വിഷയങ്ങള്, ചില പാരമ്പര്യ ശക്തികള്, ചില രോഗശക്തികള് ഈ രാത്രി ദൈവാത്മാ പൊട്ടിച്ചു മാറ്റിയിട്ട് നിന്റെ അതിരുകളെ വിശാലമാക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഈ രാത്രി ധൈര്യത്തോടെ പറ, ഞാൻ അപേക്ഷിക്കുന്ന ദൈവം എനിക്ക് നൽകും. ഞാൻ അപേക്ഷിക്കുന്ന എന്റെ കർത്താവ് എന്റെ കുഞ്ഞിന് നൽകും. ഞാൻ അപേക്ഷിക്കുന്ന ഈ 6ാം മാസം ദൈവം എനിക്ക് നൽകും. ഞാൻ അപേക്ഷിക്കുന്ന ഈ ജൂൺ മാസം കർത്താവ് എനിക്ക് നൽകും. ഞാൻ